കയറാവുന്നല്ലോ. കേരളക്കാർ കാണാത്ത ഒരു അടിപൊളി മിമിക്രി കാണിച്ചു കൊടുക്കണം. എന്തോരാൾക്കാരാ. കണ്ടില്ലേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതാരും പറഞ്ഞില്ല. ബൗണ്ടി ഇരിക്കണോണ്ടാ. ബൗണ്ടി തിരിച്ചു കൊടുത്തു നമ്മള്. ഒരു GK ക്വസ്റ്റ്യൻ നല്ല രസം. ഞാൻ ചോദിക്കാം. മധുരി ഇതൊക്കെ വിദ്യാലയത്തിൽ പഠിച്ചുമ്പോഴാണ് 1000 ജയില് പൂട്ടേണ്ടി. +2 അതുള്ളൂ. ഗോൾ കീപ്പർ അല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുണ്ട്. ഞാൻ ചോദിക്കുന്ന ആൾ പറയാം കേട്ടോ. GST അടക്കാറില്ലേ? അതിന് GST അടക്കം പറഞ്ഞേ. സെൻട്രലോ എനക്കത് എനക്ക് സെൻട്രൽ. ഓക്കെ വേഗം ഗൂഗിൾ അടിച്ചു. എടാ അനക്ക് അത് GST കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഗെൻഡറൽ എന്നെങ്കിലും പറഞ്ഞോളൂ. ഇനി ഗെൻഡറൽ എന്നെങ്കിലും പറഞ്ഞിട്ട് G തുടക്കാണെന്നെങ്കിലും പറയാം. സെൻട്രൽ GST ആക്കണ്ടേ. GSTന്റെ പുള്ളി GG സാൻഡ് ഗുഡ്സ് ആൻഡ് സ്റ്റാൻഡ് ഗുഡ്സ് ആൻഡ് സ്റ്റാൻഡ് ബസ് സർവീസ് ഗുഡ്സ് ആൻഡ് ആപ്പ ഗുഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസ്. നോക്കൂ ഓനെ, നമ്മളെ പല ആളുകളെ ഈ സാധനം വേർഡ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് GST. ഇപ്പോൾ CGST ഉണ്ട്. അവൻ സമ്മാനം കൊടുക്കി. റിനാൻ സമ്മാനം കൊടുക്കിട്ടോ. റിമാൻ സമ്മാനം അവനെ കുറച്ചൊന്ന് ആദ്യം ഒന്ന് തുടക്കത്തിൽ അല്ല അവൻ പിന്നെ അത് നോക്കില്ല. അല്ല അവൻ ടാക്സ് ക്ലിയർ ആക്കി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലത്. അല്ല സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അവിടെ T അല്ല അവസാനം വരെ GST. പൂക്കോടുമാളം അതൊക്കെ സ്റ്റേഷൻ പറയല്. പോലീസ് സ്റ്റേഷൻ. യെസ്. അടുത്ത ചോദ്യം ജിതിനോടാണ്ടോ. വേഗം മുട്ടായി പിന്നെ തിന്ന്. റെഡി അല്ലേ? അറിയോ? റെഡി? സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ. റെഡി? നമ്മൾ ഇന്നിപ്പോൾ എല്ലാ ഈ പറഞ്ഞ പാക്കറ്റുമ്മലൊക്കെ ഉണ്ടാവും. എന്താ പറയുക, ഒരു സാധനം കാണിച്ചു തരാം. അല്ല അന്ന് പറയാം. അതൊന്നും പറയല്ലേ. അതാ ബാർകോഡല്ല, മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ. മർപ്പിയൊന്നുമല്ല. യെസ്, ഇതൊക്കെ ബാർകോഡാണ്. QR കോഡ്. ഈ സാധനം സൂം ചെയ്ത് കാണിച്ചാ ഇതാണ്. ഇതിപ്പോ അധികം അതുമല്ലുണ്ടാവും, പ്രൊഡക്റ്റുമല്ലുണ്ടാവും. QR കോഡ് എന്നാണ് ഇതിന് പറയാം. ഇതിന്റെ ഫുള്ള് പറഞ്ഞേ. ഇനി ഞാന് പിന്നെ അസുനോട് ചോദിക്കണേ. മധുരിക്കുന്ന കര. മധുരിക്കുന്ന കര അത് പഴഞ്ചൊല്ലാണോ? അല്ല, പഴഞ്ചൊല്ല് എങ്ങനെയാവണേ? അങ്ങനെ പഴഞ്ചൊല്ലാണ്. അത് പഴഞ്ചൊല്ല് എങ്ങനെയാവണേ? കുസൃതി ചോദ്യം. പഴഞ്ചൊല്ലല്ല. പഴഞ്ചൊല്ലാണോ? പഴഞ്ചൊല്ല് പറഞ്ഞാ കാക്കക്ക് തൻ കുഞ്ഞി പൊൻകുഞ്ഞി അങ്ങനത്തെ സാധനല്ലേ പഴഞ്ചൊല്ല്. ഇനി ഞാൻ നിഹാനോട് ചോദിക്കണ്ടോ. നിഹാൽ പൊന്നാനെ, ഇതില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്റെ സ്കൂളൊക്കെ ഇപ്പൊ ആൾക്കാർ ചോദിക്കണത് വാർഷികത്തിനൊക്കെ നിഹാലിനെ കൊണ്ടുവരാന്ന് ചോദിക്കണം. ഇപ്പൊ കേപ്പിനും കൊണ്ടായി. അപ്പൊ നിഹാലിനോടാണ് എന്റെ അടുത്ത ചോദ്യം.
ഇപ്പോൾ അസുറ് പറഞ്ഞു പിന്നെ പഴഞ്ചൊല്ല് പ്രോവർബാണ്. ഇതിപ്പോൾ ഞാൻ ചോദിച്ച കുസൃതി ചോദ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലുകൾ ഇന്ന് പല ആളുകളും ഉപയോഗിക്കുന്നില്ല. പണ്ട് ആളുകളൊക്കെ എന്താണ് ഉരുളക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് പ്രോവർബ്, പഴഞ്ചൊല്ലുകൾ. അത് ഭയങ്കര പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കും. യെസ്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പറഞ്ഞോ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും അല്ല ആദ്യം പറയാം. ചോര തന്നെ കൊതുകിന് കൗതുകം. ഇത് എന്താണ് ഈ പറഞ്ഞതിന്റെ ഒരു പൊരുള്? പശു അല്ല അല്ല എവിടെ സ്കൂളിൽ ഡിഗ്രി കഴിഞ്ഞു വെറുതെ പറഞ്ഞാണ്. ഇവരാണ് PhD വെറുതെ പറഞ്ഞാണ്. അതിന്റെ ഉത്തരം പറയും. ഞാൻ എനിക്ക് മനസ്സിലായി. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം. ചോര തന്നെ കൊതുകിൻ കൗതുകം എന്ന് പറഞ്ഞ അകിട് പറഞ്ഞാ എന്താ പറയാ എനിക്ക് എന്താ പശുവിന്റെ ക്ഷീരം പറഞ്ഞാ എന്താ അറിയോ? എന്താ പാല്. പാല്. അതുണ്ടാകുമ്പോഴും എന്താണ് ഈ കൊതുകിന്റെ ഇത് ചോരമൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഇതെന്താ അർത്ഥം ലൈഫ് വെച്ചിട്ട് പറയണം നമ്മള്. അതെ കൊതുകിന്റെ ഫുഡ് ബ്ലഡ് ആണ്. അപ്പൊ അതിന് തിന്നാൻ പറ്റുള്ളൂ. അതിനെന്തൊരു പാല് തിന്നാൻ കഴിയില്ല. എനിക്ക് മനസ്സിലായതോ? എത്രയൊക്കെ നല്ലത് നമ്മളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വിധിച്ചത് നമുക്ക് തിന്നാൻ കഴിയുള്ളൂ. അല്ല, എത്രയൊക്കെ നല്ലത് നമ്മളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിലും മറ്റേ നായ്ക്ക് നല്ലതൊന്നും പറ്റൂല പറഞ്ഞേരി. ആ സാധനല്ലേ നല്ല നായ്ക്ക് പറ്റൂല പറഞ്ഞേരി. അതായത് ആ അകിടിൽ ഫുള്ള് പാലാണ്, പക്ഷെ കൊതുകിന് വേണ്ടി ചോരയാണ്. അതൊക്കെ എത്രയൊക്കെ നല്ല കണ്ടാലും ആൾക്കാർ മോശമായതേ നോക്കുള്ളൂ. മോശം എന്നല്ല, ആൾക്കാർക്ക് വേണ്ടിയത് ആൾക്കാർ നോക്കുള്ളൂ. അല്ല, ഓരോ ആളുകൾക്ക് അതുമല്ല ഇപ്പച്ചി പറയും. ഇതിലേ പിന്നെ ഞാൻ നിങ്ങളിപ്പോൾ നേരെ അതിന് ഒരു സബ് പ്രോവർബ് പറഞ്ഞു. അതും കൂടി ഞാൻ ഒന്നുകൂടി പറയാം. ഒരു രാജാവ് അതിന് പട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാൾക്ക് പട്ടിനെ ഭയങ്കര ഏതായിക്കോട്ടെ. ഇയാള് നോക്കൂ, ഇയാളെ ഈ പട്ടിനെ ഇയാളെ വീട്ടിൻ്റെ ഉള്ളിലാണ് വളർത്തുന്നത്, പുറത്തല്ല. അത്രയ്ക്ക് സ്നേഹമാണ്. രാജാവ് ഭക്ഷണം കഴിക്കുമ്പം ആ ടേബിളും ഇരുന്നിട്ടാണ് ഡോഗ് കഴിക്കുക, വേറിട്ട് കൊടുക്കല്ല. ഇങ്ങനെയാണ്. കേൾക്കണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു അറിയോ, ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ വീട്ടിൽ അവിടെ ഉള്ള വേലക്കാരത്തി എന്ത് ചെയ്തു, അവിടെ ഉള്ള ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഫുഡില്ലേ, ആ വേസ്റ്റ് വീടിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു, ഈ കൊട്ടാരത്തിൻ്റെ അപ്പുറത്തേക്ക് എറിഞ്ഞു. KP ബൈ ബൈ. ഒരു അടുത്തൊരാളുണ്ട്. KP ഒരു ചോദ്യം. അല്ല, ലാസ്റ്റ് വരുന്ന ആൾക്കാർക്ക് പിരിച്ചിടാൻ പോകണേ. അപ്പോൾ കേട്ടോ, ജോയിൻ ചെയ്യും. കേട്ടോ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം. ഇതിന്റെ ഫ്ലോ വേണ്ട. അപ്പം എന്ത് ചെയ്തു പറയാം, അപ്പുറത്തേക്ക് ഇട്ടു. അതിൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പട്ടി വന്നു, സാധാ റോട്ടിക്കൂടെ പോകുന്ന പട്ടി. രണ്ടാമത് പട്ടി വന്നു, മൂന്നാമത് പട്ടി, 4-5 പട്ടികൾ വന്നു. പട്ടികൾ വന്നത് മാത്രമല്ല, കടിപിടിയായി. ഈ കടിപിടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുഡ് കഴിക്കാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇരുന്ന് കണ്ട് ഫുഡ് കഴിക്കാൻ ആര്? രാജാവിൻ്റെ പട്ടി. കേൾക്കണ്ടോ? രാജാവിൻ്റെ പട്ടി കടിപിടി കേട്ടപ്പോൾ ഇത് ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ മറ്റുള്ള പട്ടികളെ കാട്ടിക്കണ്ട് എന്ത് ചെയ്തു, ആ ഭക്ഷണം കഴിച്ചു എന്നാണ്. അപ്പോൾ പട്ടിൻ്റെ പ്രകൃതി ഉണ്ടായത് ഇവിടെ രാജകീയ ഫുഡുണ്ട്, പക്ഷെ അത് പഠിച്ചു വെച്ച സ്വഭാവം എന്താണ്? അതാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ ആളുകൾ പഠിച്ച സംഗതികളുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ഹനാനായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളിൽ തിരക്ക് കൂടി, പിന്നെ കാസർഗോഡ് തിരക്ക്, അവിടെ തിരക്ക് വന്നു, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. ആളുകൾ അവിടെ നോക്കണം എന്താണ്, എന്തൊക്കെ അതിന് പോസിറ്റീവ് കാണാനല്ല, അതിൽ നെഗറ്റീവ് എവിടെയാണ് കാണാൻ. അതാണ് ഈ പറഞ്ഞതിൻ്റെ പോസിറ്റീവുകൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പുതിയ ഒരു വർഷം വരികയാണ്, പുതിയ ഓരോ പ്രതിജ്ഞ, ഓത്ത്, ടു ടേക്ക് എ ഓത്ത്.
ഇൻ ന്യൂ ഇയർ. ആ അല്ല അത് നല്ലൊരിതാണ്. ഓരോരുത്തർ പറയാം. എല്ലാവരും ഇവിടെ ഓരോ പ്രതിജ്ഞ പറയണം കേട്ടോ. എന്നിട്ടേ വിടുള്ളൂ. ആദ്യം ഹാനാൻ തുടങ്ങിക്ക. 2026 പുതിയൊരു ഇതുവരെ ഉള്ളതല്ല കേട്ടോ, പുതിയൊരു പ്രതിജ്ഞ. ഇന്ത്യ ഈസ് മൈ കൺട്രി. അതല്ല അത് സ്കൂൾ അങ്ങനെ എടുക്കും. അതിപ്പോ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നറിയും. അസംബ്ലി പിരിഞ്ഞു പോകുമ്പോ തന്നെ അടി ഉറന്നു ചെയ്യും. മനസ്സിലായില്ലേ? ഓന്റെ കാൽമ ചവിട്ടിയാറുണ്ട്. അതുകൊട്ടെ അതല്ല പറയുന്നത്. 2026 അല്ലല്ല കള്ളുടിക്കൂല. കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധവും ഞാൻ ഇതിലേറെ ദൃഢമായി കാത്തു സൂക്ഷിക്കും. നല്ലൊരു പ്രതിജ്ഞ. രണ്ടാമത്തെ അളിയിച്ചു. ഞാനോ? 2026 എടുക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. പ്രതിജ്ഞ വേറെ ഇപ്പം എന്താ, അതായത് ഈ കൊല്ലം എനിക്ക് ലൈക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ സാധനമാണ്. എനിക്ക് സർജറി വന്നതിന് ശേഷം എൻ്റെ ഫിറ്റ്നസ് വളരെ മോശമായിരുന്നു. അപ്പോൾ 2026 തൊട്ട് ഇൻഷാല്ലാ ഞാൻ ഫിറ്റ്നസ് ഉഷാറാക്കും. അതുപോലെ തന്നെ ഈ ഭൗതിക കാര്യങ്ങളൊന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടി ഇൻഷാല്ലാ ശ്രമിക്കും. ഫാമിലി ഉദ്വാന് പറഞ്ഞ മാതിരി ഫാമിലിയും ഫ്രണ്ട്സും ഒന്നും കൂടി കൂട്ടി യോജിപ്പിക്കും. മാക്സിമം പ്രൊഡക്റ്റീവ് ആവാനുള്ള എല്ലാം നോക്കും ഇൻഷാല്ലാ. നിലവിലുള്ള നല്ലത് നിലനിർത്തുക, അത് നിലനിർത്തും. മോശപ്പെട്ട പാടെ ഒഴിവാക്കുക. ഇപ്പൊ എടുത്ത പ്രതിജ്ഞ എന്ത് ചെയ്യാ? 2026 മാർച്ചിൽ ഒന്ന് എക്സാം അടിപൊളിയാവണം. പിന്നെ 2026 എക്സാം കൊണ്ട് നിന്ന് പോയ എൻ്റെ ജിമ്മ് തിരിച്ചു ഇമ്മച്ചിനെയും കൂടെ രണ്ടാളെയും ഒപ്പം. ആ ഓക്കെ. അപ്പോൾ നിങ്ങളപ്പം ജിമ്മിക്ക് വന്നിട്ടും അങ്ങനെ പിന്നെ പട്ടികളെ മാർക്കോനൊന്ന് ഉഷാറാക്കാനും 2026 കഴിയട്ടെ എന്ന് ഇതാവട്ടെ. എല്ലാ കൊല്ലവും ഓരോ പ്ലാനായിട്ട് വരും. അപ്പൊ ആ പ്ലാനുകളൊക്കെ പാളലുണ്ട്. അപ്പൊ ഈ കൊല്ലമുള്ള പ്ലാനുകള് പാളിയ പ്ലാനുകൾ ഒന്നേലും പറയണം. ആ അതെ, പുതിയതായിട്ടൊരു സംഭവം തുടങ്ങുന്നുണ്ട്, ഫെർമിഗോ. ആ അപ്പൊ അടിപൊളിയായിട്ട് പോട്ടെ. ഗ്രൂമിംഗ് ട്രെയിനിങ് ചാമ്പ്യൻ ഉണ്ട് അടുത്ത്. ചാമ്പ്യൻഷിപ്പ് വിന്നർ ചാമ്പ്യൻ. എനിക്ക് ചാമ്പ്യൻ ആവാൻ പറ്റട്ടെ. 2026 ഷുഗർ കുറച്ച് കുറക്കണമെന്നുണ്ട്. അല്ല അങ്ങനെയല്ല, ഷുഗർ നല്ല കഴിക്കുന്നത് നല്ല കൂടുതലാ. അപ്പൊ ഒന്ന് കുറക്കണം. ആ ബോഡി അത് നോക്കിയില്ല, അറിയില്ല. ആ പിന്നെ കുടുംബപരമായിട്ട് ഫിനാൻഷ്യലി ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുടുംബത്തെ. അപ്പൊ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇൻഷാല്ലാ റെഡി ആവണം. പിന്നെ ഉപ്പ ഗൾഫിലാണ്. അത് ചിലപ്പോൾ അടുത്ത വർഷം നടക്കാറില്ല, പക്ഷെ അതൊരു ആഗ്രഹമാണ്. അത് ഇപ്പോൾ ഇത്ര കാലം പണിയെടുത്തല്ലേ. അപ്പം നമ്മൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പൈസ കൊണ്ട് ഇനിയിപ്പോൾ അടിയിലല്ല, നാട്ടിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ. അല്ല ഞാൻ പണ്ട് വിചാരിച്ചു ദുബായ് മുകളിലും നാട് അടിയിലെന്നാ. അത് പണ്ട് ഞാൻ വിചാരിച്ചില്ലേ ദുബായ് മുകളിലും നാട് അടിയിലെന്നാ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വന്നേ. 2026 ഒരു ബൈക്ക് എടുക്കണം ഇൻഷാല്ലാ. ഇൻഷാല്ലാ എടുക്കും. ഹിമാലയ അല്ല പറയട്ടെ. 2026 ഇൻഷാല്ലാ നല്ലൊരു ബൈക്ക് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. 18 ആവും.
അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല. മാസ് ബിജിഎം ഇട്ട ആൾക്കാർ പിന്നെ എനിക്കിപ്പോ ഹിമാലയ വിട്ടെടുത്തോളം നല്ല കംഫർട്ട്. ഹിമാലയ ഇഷ്ടപ്പെട്ടു. ബൈക്കൊക്കെ കുറെ ഓടിച്ചിക്കണ്. ഒരു ഇന്റർസെപ്റ്റർ നല്ലൊരു ആഗ്രഹമുണ്ട്. 300 650 സോറി 650 അല്ലല്ല അല്ല പറയട്ടെ എടാ പെട്ടെന്ന് പറയട്ടെ 650 ഞാൻ ഓടിച്ചിക്കണെന്നുള്ളൂ. ഒറ്റ ഓടിച്ചിട്ടുള്ളൂ. അതൊന്നും ചോദിക്കല്ലേ, അതൊന്നും അറിയില്ലേ. എന്നപ്പോ ഞാൻ കാര്യം ചോദിച്ചട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചോദിക്കല്ലേ. അതൊന്നും ഇല്ല ഇല്ല. ഇത് കാറല്ല, ഇത് ബൈക്കാണേ. ഇത് ബൈക്കാണ്. കാലങ്ങളോളം ഒരു ഡ്രീമാണ്. ഞാനതല്ല അറിയണേ. 2026 ഞാൻ 1-2 ഇപ്പൊ 2025 കൺട്രീസ് വിസിറ്റ് ചെയ്ത് കുറച്ച് എവിടെ അങ്ങനെ കാര്യമായിട്ട് പറ്റില്ല. വർക്കിന്റെ കാര്യങ്ങളും ഇതൊക്കെ വർക്കടാ ചങ്ങയ്യെ. അപ്പോ 2026 ഒരു 2-3 യൂറോപ്യൻ കൺട്രി പോണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അല്ല അങ്ങനല്ല അല്ല പോയിക്കണേ അപ്പൊ ഒരു ഐസ്ലാൻഡ്, ഒരു നോർവേ. അപ്പൊ അതിങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥലമാണ്. അപ്പൊ പോണം ഇൻഷാ അല്ലാ. ഞാൻ ഇങ്ങനെ സ്ഥിരത, പരിശ്രമം, ആത്മവിശ്വാസം, ഇത് മൂന്നുമാണ് എൻ്റെ ഈ വർഷത്തെ ആയുധങ്ങൾ. അത് ഞാൻ ഒരിക്കലും കൈവിടില്ല. സ്ഥിരത ഇൻ വർക്ക് ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ ട്രൂത്ത്. ഓൾ പരിശ്രമം. നമ്മളൊരു സാധനം അത് എന്തും ആയിക്കോട്ടെ, അതെ നമ്മൾ അവിടെ എത്തണം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ എത്തന്നെ ചെയ്യണം. ഹാർഡ് വർക്ക്, പിന്നെ പരിശ്രമം, അതിലേക്കുള്ള നമ്മളുടെ ചുവടുവെപ്പ്. അത് നമ്മൾ ഇനി കയ്യൂല എന്ന് പഠിച്ചോനെ നമുക്കൊരു സിഗ്നൽ തന്നാലും നമ്മൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആവാണെന്നുണ്ടെങ്കിൽ നിർത്തിപ്പോരാ. ഫെയിൽ അഗൈൻ ഫെയിൽ ബെറ്റർ ഉണ്ട്. അപ്പൊ ഫെയിൽ ബെറ്റർ. അതെ അതാണ്. പിന്നെ ഇൻഷാ അല്ലാ പെണ്ണെട്ടണം. അല്ലാ അത്രേ ഉള്ളൂ. 26 ഇൻഷാ അല്ലാ. ഇല്ലല്ല ചന്ദ്രൻ നോക്കാനുണ്ട്. ഇല്ല അത് ഇൻഷാ അല്ലാ നമ്മള് 26 ഇൻഷാ അല്ലാ നടക്കും. അതെ ഇൻഷാ അല്ലാ. അത് 26 2036 ആവാം. 2026 ജനുവരി 1 ഉള്ളിലും 2026 ഡിസംബർ 31 ഉള്ളിലും ഏത് ദിവസമാവാം. ചിലപ്പോ 2028 ഓഗസ്റ്റിന്റെ ഉള്ളിലും 2029 മെയിൻ്റെ ഉള്ളിലും ആവാം. 35 ഉള്ളിലും 26 ആഗ്രഹം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ കല്യാണം മാറ്റി നിർത്താം. അതായത് മാറ്റി നിർത്തല്ല, ആദ്യം വേറെ പോയിന്റ് പറയാം. ഒത്താലൊരു കല്യാണം 2026 അതായത് ഇല്ലല്ല അല്ല ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ 2025 കുറച്ചെങ്കിലും ആൾക്കാർ അറിയാൻ തുടങ്ങിയത് നമ്മൾ ഈ ഒരു ടീമിൽ വന്നിട്ടാണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ടീം ഇതിലും നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് ഗോൾസ് ഉണ്ട്. അത് ഈ വർഷം തന്നെ അടുത്ത 2026 നടക്കും. കല്യാണമല്ല, വേറെ സംഭവമാണ്. അതിൻ്റെ 10 വർഷത്തെ ഒരു ആഗ്രഹമാണ്. അത് 2026 നടത്തും. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ഇനി ചെയ്യണം. വീട്ടുകാരുടെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നടത്തി കൊടുക്കണം. പറ്റുകയാണെങ്കിൽ ഒരു സിനിമയിൽ ഒരു കോറസെങ്കിലും പാടണം. അത് ഞാൻ പാടും, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പാടും. പിന്നെ കല്യാണം സാധനം മാർച്ച് എക്സാം നല്ല മാർക്ക് വേണം. മാർച്ച് എക്സാമില്ലേ നല്ല മാർക്ക് വേണം. മാർച്ചിൽ എക്സാം നല്ല മാർക്ക് വാങ്ങണം. പിന്നെ ചെറിയ ബിസിനസ് ആയിട്ട് ചെറുതായിട്ട് ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോക്കറ്റ് എന്റെ ആവശ്യത്തിനുള്ള പൈസ എന്റെ മൈൻഡിലുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ അങ്ങനെ തുടങ്ങണില്ല. റബ്ബർ ഗുരു അതേപോലെ വാപ്പാന്റെ സീറ്റൊക്കെ എടുത്ത് വിറ്റിട്ട് കട്ട് വെക്കണേ. ഇപ്പൊ ചെയ്ത് പോക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ടെടുത്ത് വെക്കല. ഇനി ഇപ്പച്ചി ചെയ്തിനത് ഇന്റെ പോക്കറ്റ് മണി പറഞ്ഞാൽ ഇപ്പച്ചിന്റെ ഇവിടെ ഒരു പേനട്ടക്കണ ഒരു കുറ്റി ഉണ്ട്. ആ കുറ്റിയും അതേപോലെ ഷർട്ട് തൂക്കിയിടുന്ന ഒരു ഇതുണ്ട്. അതിന്നൊരു 50 10 വെച്ച് എടുക്കണേ ഇന്റെ പോക്കറ്റ് മണി. അല്ല ഇപ്പൊ വെല്ലിപ്പാനെ പറ്റിച്ചു, ഞങ്ങൾ ഇപ്പച്ചിനെ പറ്റിക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ പറയാ, മരിച്ചു കിടന്നാൽ ഇവനതൊന്നും പുറത്തു തരാൻ കഴിയില്ല. അതിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 5 10 കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഏതായാലും ഞാനും വല്ലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. പുറത്ത് തരണം. എന്താ അറിയോ, മത്സറിന്ന് ഞാൻ വിളിച്ചപ്പോ ഞാൻ അങ്ങനെ എടുക്കണ വീഡിയോ വരും. ഞാൻ എടുക്കലുണ്ട് പൊന്നെ. ഇപ്പോ സംഗതി ഏറെക്കുറെ എനിക്ക് എന്ത് ചെയ്തോ, ഈ വ്ളോഗ് മുതലായി പൊളിച്ചിട്ട് വന്നല്ലോ. ഞാൻ എന്താ വിചാരിച്ചാൽ എന്റെ ഈ പാൻസിന് ഓട്ട വന്നിട്ട് ഇത് ചാടി പോണ ഇപ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ എനിക്ക് പറയാ വെച്ചാല് ആള് അല്ല ഒരു വിരോധമല്ല. ഇല്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് എല്ലാം ഏത് സംഗതി കേട്ടോ ഇത് ഇങ്ങക്ക് കൂടിയുള്ള ഒരു ഇതാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം കേട്ടോ. സമ്മാനത്തെ ഇല്ല അതല്ല, ഇത് അതിന് തുടർച്ചയുള്ള സംഗതിയാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേര് ആഫീഫ് പറയില്ല കേട്ടോ. നിങ്ങൾ പറയില്ലേ? മദർസ് പോകാത്ത ആൾക്കാരുടെ ഒരു പറയും. പിന്നെ മാത്രമല്ല, അല്ലാത്ത ആളുകൾ ചില മദർസ് പോകില്ല. അതാ പറയാൻ കാരണം. കേൾപ്പിക്ക് അറിയോ? ആൻസർ അറിയോ? ഏറ്റവും ഇതിന് വലിയ രസം കേട്ടോ. കെ പി ഇപ്പോൾ നമ്മളൊക്കെ പരിചയപ്പെട്ട് വരുന്നതാണല്ലോ. ചില ആൾക്കാർ ഇപ്പം കെ പി സലാം പറയും, ഇൻഷാ അല്ലാ പറയും. ഗൾഫിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ കേട്ടിട്ട് ഇതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമില്ല. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ. നമ്മൾ രാവിലെ തന്നെ ഒരാളെ കാണുമ്പോൾ നമ്മളോട് അയാളെന്താ പറയുക, നമ്മൾ വേറൊന്ന് പറയല് ഗുഡ് മോർണിംഗ് എന്നാ പറയാം. അയാളൊരു 5000 റുപ്യക്ക് ഗതി മുട്ടിക്കേക്കാരം. അയാളുടെ ഗുഡ് മോർണിംഗ് ആ സമയത്ത് പറഞ്ഞത് കാര്യമുള്ളത് ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അയാൾക്ക് എന്താ പറയേണ്ടത്? നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഏതെങ്കിലും വകുപ്പിലായൊക്കെ ഒരാൾ ചിലപ്പം പടച്ചോന് മുന്നിലെത്തിച്ചു കൊടുക്കും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം ഉദ്ദേശിച്ചെങ്കിൽ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞില്ലേ, ഏത് കാര്യത്തിന് നമ്മളങ്ങനെ പറയുന്നതിലാണ്. അപ്പോൾ ഖുർആനിലെ ഇപ്പോൾ കെ പി ഞാൻ പറയണേ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്നാലും എന്തായാലും പറയാം. അവന് ആയത്തും ഇല്ലെങ്കിൽ അവന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേ. ആയത്ത് അറബിയാണല്ലോ. വേഴ്സ് എന്നാ വചനം അങ്ങനെ പറഞ്ഞു. വചനം എന്തായിരിക്കും? എന്തിനെ പറ്റിയായിരിക്കും? ഞങ്ങളൊക്കെ അവസ്ഥ അങ്ങനെ കണ്ടിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ എന്തിനെ പറ്റിയായിരിക്കും? ആ സൗഹൃദം, അതാണ് ബന്ധങ്ങളെ പറ്റിയിട്ട്. അല്ലെങ്കിൽ നിസ്കാരമാണ്, നിസ്കരിക്കാറില്ല. അപ്പോൾ അതായിക്കാരം നിസ്കാരത്തെ പറ്റിയേക്കാം. ചില ആൾക്കാർ നോമ്പിനെ പറ്റിയേക്കാരം. ഇപ്പം നോമ്പൊക്കെ വരാൻ പോകല്ലേ. ചില ആൾക്കാർ ചോദിച്ചു ഹജ്ജിന് കൊത്രങ്ങാൻ ആൾക്കാരുണ്ട്, അപ്പോൾ ഹജ്ജിനെ പറ്റിയതൊന്നും ഇതൊന്നുമല്ല. ഇനി ആരെ മദ്രസ പോയ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ പറയില്ല. പറഞ്ഞോളി അല്ല ഞാൻ ചോദിച്ചത് ഏറ്റവും വലിയ സൂറ അല്ലേ ആയത്ത്? കെ പി അറിയാൻ വേണ്ടി പറയണ്ട. ഇതെല്ലാവർക്കും വേണ്ട കാര്യമാണ്. ഇതില് മുസ്ലിംസ് നോൺ മുസ്ലിംസ് ഒന്നുമില്ല കേട്ടോ. പറയട്ടെ, ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞാൽ ആയത്തുൽ കിതാബ എന്നും ഇതിന് പറയും. അല്ല, സൂറത്ത്
സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്തുള്ളത് കേട്ടോ. ഇടപാടുകൾ നിങ്ങളൊക്കെ പുതിയ സംരംഭം തുടങ്ങാൻ പോലെ എഴുതി വെക്കണം എന്നാണ്. അതാണ് ഏറ്റവും വലിയ ആയത്ത് വരുന്നത്. അത്ര ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ഇന്നങ്ങൾ പറ്റിച്ചോളി, ഇന്റെ പൈസകൾ എടുത്തോളി. അല്ല പറയട്ടെ, വേറുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതൊക്കെ സംഗതികൾ നീ കൃത്യമായിട്ട് എഴുതി വെക്കണം എന്നാ. കേൾക്കണ്ട മോനെ? കേൾക്കുന്നുണ്ട്. എഴുതി വെക്കണം. അതാണ്. ഇനി തുടരൂ, കണ്ടിന്യൂ ചെയ്യൂ. അല്ല പറയട്ടെ, 2026 ബെസ്റ്റ് പെറ്റ് ഗ്രൂമർ ആവണം. 2025 എൻ്റെ ഒരു കൂടപ്പറപ്പാണ് മടി എന്നുള്ളത്. മടി, *2026 അതൊക്കെ മറികടന്ന് ഇൻഷാ അല്ലാഹ് നല്ല സാമ്പത്തികമായിട്ട് ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു ക്ലോത്തിങ് ഷോപ്പ് തുടങ്ങണം എന്നാണ് പ്ലാന്. ഇൻഷാ അല്ലാഹ് തുടങ്ങണം. എന്ത് ക്ലോത്തിങ് ആണ്? യൂണിസെക്സ് ഫുള്ള്. പിന്നെ ജിമ്മ് തുടങ്ങണം. ബാംഗ്ലൂരോ? ജിമ്മ് വർക്കൗട്ട് ബ്രോ, വർക്കൗട്ട്. പിന്നെ ഇനി വിധി ഉണ്ടെങ്കിൽ ഒന്ന് ഉംറ ചെയ്യാൻ വേണം ഇൻഷാ അല്ലാഹ്. 2 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ഉംറ പിന്നെ ആവശ്യം ചെയ്താൽ മതിട്ടോ. ഒരു ഉംറ ചെയ്യേണ്ടുള്ളൂ, ഒരു ഹജ്ജ് ചെയ്യേണ്ടുള്ളൂ. കുഴപ്പമില്ല, എത്രയും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ പദ്ധതികൾ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ അസുർ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഓപ്പോസിറ്റ് കാര്യമാണ് ഇപ്പൊ പിന്നെ അജുവത് പറഞ്ഞത്. ഹാർഡ് വർക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാസിനെസ്, മടി. മനസ്സിലായില്ലേ? ഏത് കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ തലമുറക്ക് ഇപ്പം ഏറ്റവും നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാനിപ്പം പണ്ട് മോഷണം നടത്തി ഞാൻ അടക്ക ഇതൊക്കെ എന്തിനറിയോ? ഞാൻ വിളിച്ചിട്ട് ഒരു ഐസ് വാങ്ങാൻ, സ്വന്തം സ്വന്തമാണ്, വേറെ കേട്ടോ, നമ്മൾ തന്നെ ഒരു ഐസ്, ഒരു കോലൈസ് വാങ്ങാൻ ആണ്ടിലൊരിക്കൽ വരെ നിലമ്പൂർ പാട്ടുണ്ടാവും. ഇപ്പം എനിക്ക് വരാൻ പോവാണ്. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര അന്ന് മുതലേ ഹരാണ് നമ്മുടെ കാണാൻ, അത് ചുറ്റി നടന്ന് കാണാൻ. മനസ്സിലായില്ലേ? അതിനേന്നു ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ ഒന്നും പറ്റിയില്ല. ഇപ്പൊ ഈ അടുത്ത് നിങ്ങളൂടി അറിയാൻ വേണ്ടി പറയണം, നിങ്ങളും കൂടി അറിയാൻ വേണ്ടി പറയണം കേട്ടോ. നിങ്ങളും കൂടി അറിയാൻ വേണ്ടി പറയാണ്. നമ്മളെ തോട്ടത്തില്, തെങ്ങും തോട്ടത്തിൽ ഒരു കളവ് നടന്നു. 50 തേങ്ങ പൊളിച്ച് അടുത്ത് 50 തേങ്ങ പൊളിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. CCTVയിൽ ആളെ കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ആളെ നമ്മളിപ്പോ വ്യക്തമാക്കണല്ലോ, ഇതിൽ പറയുന്നത് ശരിയല്ല വേണ്ടല്ലോ. ഇല്ല. അപ്പൊ അതാണ്. അപ്പൊ എന്തിനാ വെച്ചാല് അതെന്തിനറിയോ? ആവശ്യം കൊണ്ടാണോ? അതായത് ഈ അല്ല, മൊബൈലില് എന്തിന് പറയാ, റീചാർജ് അല്ല, മറ്റേ നെറ്റ് കയറ്റാന്. അതിന് ആരാന്റെ തേങ്ങ അവനാ പണി. അതിപ്പോ നേരത്തെ പറഞ്ഞ പണിയെടുക്കുന്ന പണിക്കൂർ ഏറ്റവും ഉത്തമം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഏറ്റവും ഉത്തമം അവനാ പണിക്കൂർ കാറ്ററിംഗിന് പോയപ്പോ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം റീചാർജ് ചെയ്യാനുള്ള പൈസ ഒരു കാറ്ററിംഗിന് കിട്ടും. ഇതൊരു പ്രാവശ്യമല്ല, നമ്മളിപ്പോ പിടിക്കണത് എത്രാമത്തെയോ പ്രാവശ്യമാണ് നമ്മളെ കയ്യിൽ ഓല കിട്ടണത്. അതല്ല, എത്രയോ വട്ടം എടുത്തു, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ ചാക്കിലാക്കി വെച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. ആളോട് നമ്മൾ സംസാരിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. നമ്മളതും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് ആഴ്ചമാത്താക്ക് കൊടുത്തപ്പോൾ ആഴ്ചമാത്ത എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുറേ തേങ്ങ പൊളിച്ചണ്ടഞ്ഞ് ഇവൻ ഇതിന് കൂലി വേണമെങ്കിൽ കൊടുത്തളി. ഇത്രയും പൊളിച്ചിൻ്റെ ഒരു തേങ്ങ പൊളിച്ചാൽ എത്ര ഉറുപ്പ്യ കൂലി ഉണ്ടല്ലോ? 50 തേങ്ങ പൊളിച്ചാൽ 50 തേങ്ങ പൊളിച്ചാൽ അവന് പൈസ ആയില്ലടാ. 10-500 എനിക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ
അപ്പം ഞാൻ ഈ പോണ പോലെ ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ഇഷ്ടത്തോടെയും എല്ലാവരെയും പരിചരിക്കാൻ കഴിയണം. എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. മാക്സിമം എൻ്റെ ഈ കുട്ടികൾ ഞങ്ങൾക്ക് 5 ആൾ എല്ലാം കൊണ്ടും ഒരുമിച്ചാകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇങ്ങനെ ഈ കുട്ടികൾ ഇട്ട് പോകുമ്പോൾ ഭയങ്കര നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ഞാൻ ലീവ് എടുത്താലും വേണ്ടില്ല, ഞാൻ ടിക്കറ്റ് എടുത്താലും വേണ്ടില്ല, എനിക്ക് ഇവരെ കൂടെ പോകണം, നിൽക്കണം. ആ സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. കാരണം വളരെ ചുരുക്കമാണ് ലൈഫ്, നമുക്ക് വളരെ ചുരുക്കമാണ്. എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര അനുഭവമാണ്. ഞാൻ അത്ര ദിവസമൊന്നും വേണമെന്നില്ല, പക്ഷേ മാക്സിമം ഞാൻ ലീവ് എടുക്കാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ കുട്ടികളെ കൂടെയാണ് മാക്സിമം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്കൂളത്തെ കുട്ടികളെ ഞാൻ പരമാവധി ഇഷ്ടപ്പെടുന്നുണ്ട്, നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവരില്ലാതെ ഈ വീട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മിസ്സിങ് വെച്ചാൽ ഒരുപാട് മിസ്സിങ്ങാണ്, നമുക്ക് കഴിയണില്ല. അപ്പം ഇവരെ കൂടെ യാത്ര പോയാൽ എനിക്ക് എൻ്റെ വാപ്പുണ്ട്, വാപ്പാക്ക് ഇന്ന അതിലേറെ നഷ്ടപ്പെടും. അപ്പം എനിക്ക് ഉമ്മ മരിച്ചിട്ട് 5 വർഷമായി. വാപ്പ ആകെ എന്നെ വിളിക്കലും പറയലും വാപ്പയാണ്. അപ്പം വാപ്പാനെയും ഇവരെയും ഈ റൗണ്ടിൽ തന്നെ എനിക്ക് മാക്സിമം കാണാൻ കഴിയണം, അനുഭവിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. ഉമ്മച്ചിന്റെ ഒരു ആഗ്രഹം കൂടി വേറെ ഇതും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഉമ്മച്ചിയെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കണില്ല. ഉമ്മച്ചി ശരിക്ക് ടീച്ചറല്ല, ഇതൊരു വ്ളോഗല്ല, ഇതൊരു ഡോക്യുമെന്ററിയാണ്. ഇത് ഡോക്യുമെന്ററിയാണ്. ആയിക്കോട്ടെ കേട്ടോ. അല്ല സീസൺ 1 പെട്ടെന്നേ മാറുമനി നിങ്ങൾ ഞെട്ടണ്ട കേട്ടല്ലോ. ഇമ്മച്ചി ഒറിജിൻ ടീച്ചറല്ല, മനസ്സിലല്ലേ? ഇമ്മച്ചി ഒറിജിൻ ഫാർമസിസ്റ്റാണ്. D.Pharm കഴിഞ്ഞാണ്. ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കൂളിൽ കേട്ടല്ലോ. അപ്പോൾ ഉമ്മച്ചി ഇപ്പോൾ ഈ 2026 പ്രതിജ്ഞ എടുക്കാൻ പോണത് ഇവിടെ പറഞ്ഞിട്ടില്ല. 26 27 എന്താണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫാർമസിയിലേക്ക് പോകേണ്ട ആലോചന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിപ്പിക്കാൻ വയ്യാത്തോ മറ്റല്ല കുട്ടികളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ഷനും ആരംഭിച്ചിട്ടൊന്നും കുഴപ്പമില്ല. കുറച്ചുകൂടി ഒരു ഫ്രീഡം. നേരത്തെ പറഞ്ഞതിന് ബാക്കിയുണ്ടോ? ഇവരൊക്കെ ഒന്ന് പോരപ്പോ സ്ട്രെസ് കുറക്കും. മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി. എത്ര ടൈമിന്റെ പേര് നമ്മളിങ്ങനെ നമ്മൾ നല്ലൊരു സമയമാണ് സ്കൂളിൽ നഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നില്ല. നല്ലൊരു സമയം രാവിലെ 10 to 4:30 നമുക്ക് പലതും ചെയ്യും. ഞാൻ നന്നായിട്ട് കൂൺ കൃഷി ചെയ്തിരുന്ന ഒരാളാണ്, അടിപൊളിയായിട്ട് കൂൺ ചെയ്തിരുന്ന ആളാണ്. ഇന്നിപ്പോ ആ കൂണൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാല് എനിക്ക് എന്റെ സാലറിയിലേറെ സമ്പാദിക്കാം. ഒരുപാട് നല്ല കൂണുണ്ട്. ബസ്സിൽ ഇറങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളെങ്ങനെ പോയി ഇപ്പച്ചിനോട് ഞങ്ങൾ ചന്തക്കൊന്ന് ബസ് എടുത്തിട്ടാ പോണത്. ഇവനും ഞാനും ഇവിടുന്ന് കോഴിക്കോട് വരെ സ്കൂട്ടിക്ക് 5 ദിവസത്തെ ട്രെയിനിങ് ആലോചിച്ചൊക്കെ 5 ദിവസം. ഇവന് കുറെ പുയ്ക്കിരിമീനെ വാങ്ങാണ്ടോ അതിന്റെ അടുത്തുള്ള പിടിയിൽ ഭക്ഷണവും കഴിക്കും. ഞങ്ങൾ തിരിച്ചു വരുമുണ്ടാതെ ഞങ്ങൾ ഇവിടെ എത്തും. പിന്നെ ഞങ്ങൾ മുണ്ടാതെ പോകും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എവിടേക്കും തണ്ടിയിട്ടില്ല. ഞാൻ എങ്ങനെ തണ്ടിക്കണോ അതൊക്കെ എന്റെ കുട്ടികൾ അറിഞ്ഞുകൊണ്ടുള്ള യാത്രകളെ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്രകൾ പോകാനും ഇഷ്ടം. എന്റെ ജോർജിയ കാണണം, പല സ്ഥലങ്ങൾ കാണണം. അതേ പറയാം, എനിക്ക് വയസ്സായിട്ട് അങ്ങനത്തെ യാത്രകളൊന്നും ചെയ്യാൻ എനിക്ക് എനിക്ക് എന്റെ ആരോഗ്യമുള്ളൊക്കെ ചെയ്യണം. അതേ പറഞ്ഞ കുറച്ചു കാലം ഞാൻ ഫ്രീ ആയി നിന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എനിക്ക് കാണാറും അതല്ല കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ കഴിയും കാലൊക്കെ നശിച്ചിട്ട് കാണാൻ ആഗ്രഹം. ആരോഗ്യമുള്ളപ്പോ പോണം, കാണണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. അതേപോലെ ഇവരെ കൂടെ ഈ മക്കളും ഞാനും വെച്ച് ആയുസോടുള്ള സമയം ഒരു ഉംറ ഇവരെ കൂടെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണോ അതന്നെ ഈ മക്കളെ കൂടെ ആരോഗ്യമുള്ള സ്ഥിതിയിൽ. ഞാനും ഇവളും ഉംറ പോയി, പിന്നെ ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെ പോയി. ഇവര് 2 ആളും ഉംറക്ക് പോയി. അഫി പോയിട്ടില്ല. അഫിക്ക് ഇപ്പൊ അടുത്താണ് കിട്ടിയത്, പാസ്പോർട്ട് കിട്ടിയത്. ഇപ്പൊ എല്ലാവർക്കും അല്ലേ അല്ല ഞാനും കാണിച്ചു കൊടുക്കണേ. ഇവരും തന്നെ മദീന കണ്ടിട്ടില്ല. 2 ആളും മദീന കണ്ടു, മക്ക മാത്രമേ കണ്ടിട്ടുള്ളൂ. മദീന കണ്ടിട്ടില്ല. മദീന കാണണം ശരി. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, മുഹമ്മദില്ലെങ്കിൽ എന്തിനീ പ്രേമം, ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം, ഉഹദുകളില്ലെങ്കിൽ എന്തിനീ കഥനം,
മദീനയില്ലെങ്കിൽ മദീന റൗള കാണാനൊക്കെ നമ്മള് തിരക്കൊക്കെ ഭയങ്കര അനുഭവം. ആരും ഇപ്പൊ റോള കാണാൻ അങ്ങനെ തിരക്കുണ്ടാവില്ല. മൊബൈലിലെ ആപ്പിൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യണം. അതാണ് എന്ത് പണിയറിയുന്നു. യെസ് ഇന്റത് കഴിഞ്ഞോ. സൽമാന്റെ ആ സൽമാൻ ലാസ്റ്റ് ക്യാമറ സെല്ലു വരുന്നതിന് മുന്നേ 2026 പടക്കം ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ കമന്റിലൊക്കെ എന്താണ് പടക്കം എന്ന് പറയുമ്പോ പടക്കം സൽമാൻ എത്തിയോ ഇല്ല. പടക്കം ബഷീർ സൽമാനല്ലോ പടക്കം ബഷീർ എനിക്കറിയില്ല. എനിക്ക് ഈ വരുന്ന വർഷം ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം. ഫിനാൻഷ്യലി സെറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ക്യാമറ വാങ്ങിയോ? അതിന്റെ അടുത്തുണ്ട്. അതായത് സെറ്റ് ആവണമെന്ന് പറഞ്ഞാല് ഞാൻ സേവിങ്സ് ഒന്നും ചെയ്യലില്ല. അപ്പൊ പൈസ കയ്യിൽ കിട്ടിയ ട്രിപ്പ് പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുക, എങ്ങോട്ടെങ്കിലും പോവാ, യാത്ര പോവാ. അതും ട്രിപ്പ് പോയില്ലേ? ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമ്പോ നമ്മളെ എസ്കേപ്പ് ആവും, ട്രിപ്പ് പോകും. അപ്പൊ നമുക്കൊന്ന് ചെലവ് വാങ്ങി തരണം. അല്ല നല്ല വർക്ക് വരാം. അപ്പൊ നല്ല വർക്ക് എടുക്കും. ഇവലൊക്കെ വിചാരം ട്രിപ്പ് പോകാൻ വേണ്ടി വർക്ക്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ എസ്ബിയോട് പറഞ്ഞൊരു കാര്യമാട്ടോ, എല്ലാരും പാരന്റ്സും ഒരു പരിപാടി, എന്തെങ്കിലും ഒരു പരിപാടി പന്റെ അമ്മയും ബാക്കി എസ്ബിക്കനോട് ഞങ്ങൾ പറഞ്ഞതാണ്. ഓന്റെ അമ്മയും ബാക്കിയും എസ്ബിക്ക് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം. ഇതെന്താ നിങ്ങൾ ഈ പ്രതിജ്ഞ എടുക്കേണ്ടത് നിങ്ങളെ പാരന്റ്സിന്റെ കൂടി മുന്നിലാണ്. ഇപ്പൊ നേരത്താരോ പാരന്റ്സിനെ സഹായിക്കണമെന്നല്ലേ നിഹാല് പറഞ്ഞു. അപ്പൊ അതിന്റെ ബർഡൻ കുറക്കണം എന്നില്ല, നല്ലതാണ്. അവര് കേൾക്കുമ്പോ അവർക്കുള്ളൊരു അനുഭൂതി അത് വല്ലാത്തൊരു ഇതാണ്. ഞാൻ എന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിട്ട് പിന്നെ ഒരു പിന്നെ പറയേണ്ട കാര്യം പറയാം. ഞാന് വെറും വർത്താനം ഒന്നും പറഞ്ഞു. ഞാനൊരു ഹ്യൂമറസ് കട്ട് ചെയ്തിട്ടാവില്ല. ഞാനൊരു ഹ്യൂമറിസ്റ്റ്, എന്റെ പ്രകൃതി തന്നെ അറിയാം, ഹ്യൂമറിസ്റ്റിക്കാണ്. അത് നർമ്മത്തിൽ ചാലിച്ച് പറയേണ്ടതാണ്. ഞാൻ പറയുമ്പോൾ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മർമ്മം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സൂക്ഷിക്കണം. കർമ്മത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ നർമ്മം ഇതിൽ കൂടെ കേട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ വിടണം, ഇവിടെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ വിടണമെന്നില്ല. അപ്പൊ അതാണ് അതായത് ഇതിന് നർമ്മത്തിലൂടെ മർമ്മം പോകരുത്. എനിക്കിപ്പോ ഈ വ്ളോഗിലും പറയാനുള്ളത് തന്നെയാണ്. ഞാൻ ഇപ്പൊ നാളെ തമാശക്ക് പറഞ്ഞു എന്ത് ചെയ്യാറോ, ഹനാന് പല ആൾക്കാരും ഹനാൻ ഷാന്റെ ഫാദറിലെ ചോദിച്ചു. അപ്പൊ ഒരാൾ സീരിയസ് ആയിട്ട് ഇട്ടേക്കാണ്, നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ, അത് നിങ്ങളെ എന്താണ് പറയാ ഒക്കെ പറയാം. അയാൾ ഭയങ്കര തോന്നി മമ്മൂട്ടി ദുൽഖറൊക്കെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നി, അയാൾ എന്നെ മനസ്സിലാക്കിയ എന്നുള്ളതാണ്. ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്. ഇനി ആരെയും ചോദിക്കാണ് പറയും ഹനാൻ, ഞാൻ ഹനാന്റെ ഫാദറല്ല, ഹനാൻ എന്റെ മകനാന്ന് പറയും എന്ന് ഓരോ രീതിയിലാണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാനിത് എന്ത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ആവട്ടെ എന്താവട്ടെ, ഞാൻ അതിലൊരു നോക്കൂ, അതിലൊരു മെസ്സേജ് ഉണ്ടാവും. അങ്ങുണ്ടാവും, ഞാൻ കുട്ടികൾക്ക് കൊടുക്കണല്ലേ, ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് ആണ് നിങ്ങൾ എടുക്കേണ്ടതാണ് എനിക്ക് എന്റെ കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്കിയായിട്ടൊന്ന് ബ്രോസ്റ്റ് പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. എനിക്ക് പറയാച്ചാല് നമ്മൾ ചെയ്യണ കാര്യത്തിൽ നേരുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം, വിവേകം, കഴിവ്, ബുദ്ധി നമുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു കാര്യത്തിൽ മറ്റൊരാൾ അഭിപ്രായം തേടിയിട്ട് അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, അയാൾ ചിന്തിക്കുന്ന രീതിയിൽ അതാണ് അടിപൊളി എന്നുള്ള രീതിയിൽ നമ്മളെ ചെലവുകൾ അയാൾ എടുക്കാത്തോളം കാലം നമുക്ക് അയാൾ ചിന്തിക്കുന്നതനുസരിച്ച് മാറേണ്ട ആവശ്യകത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കാർ എന്ത് പറയണമെന്ന് നോക്കി ജീവിച്ചാല് അല്ല, ആൾക്കാരിപ്പോ ഞാൻ പറയട്ടെ, ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഒരു കുട്ടി ജനിക്കാണ്. അപ്പൊ ആൾക്കാർ പറയും കനം കമ്മിണ്ടോ, വെയിറ്റ് കുറവാലേ, വെയിറ്റ് കുറവായത് എന്തായി, കുറ്റായി.
വെയിറ്റ് കൂടുതലല്ലേ കുട്ടി? വെയിറ്റ് കൂടുതലാണ്. അപ്പം പിന്നെ ഞാൻ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ ചേർന്ന് ഇംഗ്ലീഷ് മീഡിയം ആണല്ലേ. അപ്പോൾ മറ്റുള്ള പറയാം മലയാളം മീഡിയം നല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ പറയും ഇംഗ്ലീഷ് മീഡിയം നല്ലേ. ഇനി 10ാം ക്ലാസ്സിൽ അവന് മാർക്ക് കിട്ടി, ഓൻ സയൻസിൽ ഇപ്പം ഞാൻ അഡ്മിഷൻ കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയിട്ടും സയൻസ് കിട്ടാത്ത കുട്ടികളാണല്ലോ ഇപ്പോൾ ഉള്ളത്. കിട്ടിയില്ലല്ലേ. അപ്പം അങ്ങനെ നമ്മളൊരു ജോലിക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ പട്ടാളത്തിൽ ജോലിക്ക് കയറുന്നു, അത് ചിലപ്പോൾ പ്രശ്നക്കാരുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ പട്ടാളത്തിലല്ല, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും ദിവ്യതൻ്റെ ഒരു ജോലി ചേർന്നു, അതിനും കുറ്റക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾ മരിച്ച് മണ്ണറയിലേക്ക് എടുക്കണ വരെ, മണ്ണറയിൽ എത്തണ വരെ ഖബർ സന്ദർശിക്കുന്നവരെ ആൾക്കാർക്ക് ഇങ്ങനെ അഭിപ്രായ കമ്മിറ്റികൾ നമ്മളെ നാട്ടിൽ ഒന്നും ഉള്ളതല്ല. മരിച്ചു കഴിഞ്ഞാലോ ഒരു പാവേനു. അതായത് മരിച്ച് മണ്ണും തട്ടിക്ക് എടുത്ത് ഓന് നമ്മളായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാത്തവരെ, ഓൻ ജീവിതകാലം ഇവിടെ ഓക്സിജൻ ശ്വസിച്ച് നിൽക്കുന്ന ടൈമിൽ ഇല്ലാത്ത ആ സമയം വരെ കുറ്റം പറഞ്ഞ് ഓന്റെ ഓക്സിജൻ നഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ പറയും നല്ലൊരു മനുഷ്യനേനി. അപ്പോ മരണശേഷം കിട്ടുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റിലെ ഫുൾ A+ വേണ്ടിയിട്ട് അവനവന്റെ പടച്ചോൻ അനുവദിച്ച് നൽകിയ ജീവിതകാലം ആരും മുഖവിലക്കെടുത്ത് ജീവിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാം. അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, അവനവൻ എന്താണ് ശരിയെന്ന് തോന്നണത് ചെയ്യുക, അവനവൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാത്തോളം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പൊ ഇതിലെങ്ങനെ ആട്ടാണ്, ഇവന് ബുദ്ധിമുട്ടില്ല, ഇതോന് ബുദ്ധിമുട്ടുണ്ട്. അപ്പം മറ്റൊരാളെ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ഇതിലാട്ടണതിന് അവന് പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ജീവിക്കണം, നമ്മളിവിടെ ജീവിക്കണം. പഞ്ചായത്തിന് ടാക്സ് കൊടുക്കണ്ടേ, വണ്ടി പോണം, ടാക്സ് കൊടുക്കണം. ഇനി ഒരു സാധനം വാങ്ങി സ്പ്രേ അടിക്കണം, ടാക്സ് കൊടുക്കണോ? തിന്നണം, ടാക്സ് കൊടുക്കണോ? കുടിവെള്ളം കുടിക്കണോ? ടാക്സ് കൊടുക്കണം. അപ്പം എത്ര കാലം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്തോളം കാലം മറ്റൊരാളുടെ ഉപദേശം അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലത് സ്വീകരിക്കുക, മോശത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നല്ല വിമർശനങ്ങളിൽ നിന്ന് ഒരുപാട് മനുഷ്യർ പഠിക്കാനുണ്ട്. നല്ല വിമർശനങ്ങളിൽ നല്ലത് മാത്രം സ്വീകരിച്ചിട്ട് പറഞ്ഞങ്ങനെ കേട്ടു തീർക്കാതെ നല്ല അഭിപ്രായം കഴിഞ്ഞു. ഇത് വൈൻഡപ്പ് ഊരിക്കോ, അത്രേ ഉള്ളൂ. ആഗ്രഹം കേൾക്കാനാണ് എല്ലാവരും കമന്റ് ബോക്സ് അപ്പൊ എന്താ പറഞ്ഞേ, ഒന്നത് ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം. പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ വീട് പണി ഒന്ന് ഫുള്ളാക്കണം. പിന്നെ സൗഹൃദങ്ങൾ ഒന്നും കൂടെ കൂട്ടിയുറപ്പിക്കണം. അപ്പൊ പിന്നെ ഷുഗർ കട്ടർ ഹെൽത്ത് നോക്കണം. അത് ഈ വർഷം പിന്നെ തിന്നാ വിളിക്കരുത് കേട്ടോ, ശൈലവ തിന്നാ വിളിക്കരുത് കേട്ടോ. 100% ഹെൽത്ത് നോക്കൂല, അത് ഞാൻ നോക്കും, അത് ഉറപ്പിച്ചാണ്. ജാനുവരി മുതല് ഷുഗർ കട്ട്, അത് ജാനുവരി മുതല്. അപ്പൊ അതാണ് ഇവന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞതാ, ഇവനൊരു മുട്ടായി കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ മുന്നിൽ ഡയലോഗ് ഇടും. പിന്നെ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും പീടിയെ പോയിട്ട് ഒരു തേ മുട്ടായി എന്തെങ്കിലും വാങ്ങി പോക്കറ്റ് കിട്ടാണ്ട് ഞങ്ങൾ കാണാതെ ബാക്ക് 2025 ഇത് 26 മറ്റേ പാട്ട് പാടി തുടക്കത്തിൽ പറഞ്ഞ ഞാനാ പാട്ട് ചെറിയ കാര്യം കൂടി പറയാണ്. ഞാനേ ഇത് 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഹലോ, ഇങ്ങക്ക് ആവശ്യമുള്ള കാര്യം പറയണത്. ഞാൻ ഇങ്ങക്ക് ഒരു കാര്യം ഓഫർ ചെയ്തു, അതിപ്പോ എല്ലാരും ഉള്ളതുകൊണ്ട് ഞാൻ ആ ഓഫർ നിറവേറ്റാൻ പോകും. ഏതാണ് കുഴപ്പമില്ല. ഇപ്പൊ എന്താ വെച്ചാല് പിന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കടാ ചെറുക്കന്മാരെ, വെറുതെ പ്രോത്സാഹിപ്പിക്കട്ടോ. കലോത്സവവുമായി ബന്ധപ്പെട്ട്
എന്റെ സ്കൂളിൽ ഒരു മറ്റേ റീൽസ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. 1ാം സ്ഥാനം എത്തിയത് ഞങ്ങളാണ്. നിങ്ങളൊക്കെ കാഴ്ചപ്പാടില് 3.2 കാഴ്ചപ്പാടിലല്ല, വ്യക്തമായും കൃത്യമായും നിലമ്പൂർ സബ് ജില്ലാ ഉപജില്ലാ കലോത്സവത്തില് റീൽസ് കോൺടെസ്റ്റില് വിജയിച്ചിട്ടുള്ളത് 1ാം സ്ഥാനം, കൃത്യമായ മാനദണ്ഡങ്ങളോടെ 1ാം സ്ഥാനം നേടിയ സ്കൂള് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ സ്കൂൾ. അപ്പൊ അതിന്റെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? അതിന്റെ 1ാം സ്ഥാനം ആഘോഷം നടത്താൻ പോകണം. കുട്ടികൾക്ക് ഞാൻ എന്റെ സ്കൂളിൽ പങ്കെടുത്ത കുട്ടികൾക്കും അധ്യാപകനും രാജേഷ് മാഷാണ് അതിന്റെ ചുക്കാൻ പിടിച്ചത്. സംസാരിക്കും രാജേഷ് മാഷ് കേട്ടോ. അതൊന്നും കൊടുക്കല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ കൂടി ഒന്ന് കാണിച്ചു നിങ്ങളുടെ വട്ടത്തിൽ ഈ ആൾക്ക് ഇപ്പൊ നിലവിലുണ്ട്. ഇനി ആർക്കും ഇല്ല കേട്ടോ. ഇനി ആരും ചേരണ്ട. ഇനി ഈ വ്ലോഗ് ഉണ്ട് ആരും വരണ്ട. മറ്റേ ബാസിലാവട്ടെ കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നാണ് ഇപ്പൊ ഇത് കൊടുക്കണത്. ഫാത്തിമാക്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. അല്ല ബാസിന് കൊടുക്കും. ബാസിന് ഇന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. KP അടക്കമുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് ഇതിന്റെ പ്രൈസ് മണി ഇല്ലേ 5000 കിട്ടുമ്പോ അതിന്ന് ബ്രോസ്റ്റ് വാങ്ങാൻ വിചാരിച്ചു. അത് ഞങ്ങൾ വാങ്ങിയില്ല. നന്ദി പൂർവ്വം ഞങ്ങൾ തിരസ്കരിച്ചു. ആ മെമന്റോ വാങ്ങിയിട്ടില്ല. വേഗം നടക്കും പ്ലീസ്. എല്ലാവർക്കും നന്ദി പറഞ്ഞു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം ഈ വ്ലോഗ് കണ്ടിരുന്ന എല്ലാവരും ഒരുപാട് നന്ദി. വ്ലോഗല്ല, ഈ വ്ലോഗ് യൂട്യൂബിലല്ല, നെറ്റ്ഫ്ലിക്സിലാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. അപ്പൊ ഇത് ഓരോ സീസണായിട്ട് ഇറങ്ങുന്നതാണ്. നമ്മള് ഓരോ എപ്പിസോഡായിട്ട് ഇറങ്ങുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ കണ്ടിരുന്നതിന് എല്ലാവരും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് സ്നേഹം പോയി എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ബൈ ഗൈസ്, ബൈ. ഇങ്ങനെ ഒരു പങ്കുണ്ടാവില്ല.